ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരികെ വീട്ടിലെത്തിയ ശ്രുതി മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി ചന്ദ്രയുടെ മുറിയിലോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര ക്ഷമിക്കുന്നില്ല കേട്ടോ. ശ്രുതിയോട് വീണ്ടും നല്ലതുപോലെ ചൂടാവുകയും ഇറങ്ങിപ്പോവാൻ പറയുകയും ഉണ്ട്. അതുപോലെ തന്നെ എന്നോട് ഇനി മിണ്ടാൻ വരരുതെന്നും ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ഏറെ വിഷമത്തോടെ തന്നെ ശ്രുതി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ശ്രുതിയുടെ മുറിയിലോട്ട് പോവാണ്. അപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലോട്ടൊരു കോള് വരുന്നത്. വിളിക്കുന്നത് വേറെ ആരുമല്ല, മഹിമയാണ്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അറിഞ്ഞിട്ടാണ് മഹിമ വിളിക്കുന്നത്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത്? ഞാനും ഓർത്തു മോളുടെ അച്ഛനായിരിക്കും മലേഷ്യയിൽ നിന്നും കാശ് അയച്ചു തന്നതെന്ന്. അവിടുത്തെ അച്ഛൻ്റെ കാശിന് നിങ്ങൾ ഷോറൂം തുടങ്ങിയിട്ട് മോളുടെ അച്ഛൻ കൊടുത്തയച്ച കാശാണെന്നോ? എങ്ങനെ തോന്നി ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ളം പറയാൻ? ചന്ദ്രയാണെങ്കിലോ മലേഷ്യയിലെ മരുമകളെന്ന് പറഞ്ഞ തലയെ കയറ്റി വെച്ചിരുന്നല്ലേ നടന്നിരുന്നത്. ഞാനും ഓർത്തു മലേഷ്യയിൽ നിന്നും എന്തോരം കാശായി ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ. ആൻറ്റിയുടെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ മനസ്സിന് സമാധാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി ദേഷ്യത്തിൽ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മഹിമ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന വിഷയമാണ്, ഇതിനെപ്പറ്റി ചോദിക്കാൻ ആൻറ്റി ആരാ എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് സ്വന്തമായിട്ടൊരു മകളില്ലേ, അവളുടെ കാര്യങ്ങൾ മാത്രം തിരക്കിയാൽ മതി, എൻ്റെ കാര്യം അന്വേഷിക്കാൻ വരണ്ട, ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്യുവാണ്. ശ്രുതിയുടെ കൺട്രോൾ മൊത്തം പോയിരിക്കുവാണ്. ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടൈമിൽ വീണ്ടും ഫോൺ അടിക്കുവാണേ. മഹിമയാണെന്ന് ഓർത്തിട്ട് ശ്രുതി ഫോൺ എടുത്തിട്ട് വീണ്ടും ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അതേ, ഞാൻ ഫ്രോഡാണ്, ഇവിടെ തച്ചൻ്റെ കാശിനാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്, നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കൂടി ബഹളം വെക്കുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നിന്നും പറയുന്നുണ്ട്, ശ്രുതി നീ എന്തൊക്കെയായി പറയുന്നത്, ഇത് ഞാനാ നിൻ്റെ അമ്മയാടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന്, ഹോ അമ്മയായിരുന്നു, ഞാൻ ഓർത്തു ആ വർഷയുടെ അമ്മയായിരിക്കുമെന്ന്. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരെന്നെ വിളിച്ച് കളിയാക്കുമായിരുന്നു, എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് അപമാനിച്ചു അമ്മയെ, ഞാൻ അവരാണെന്ന് ഓർത്തിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ശരിയായില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയല്ലേ പറഞ്ഞത് സോറി പറഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന്, സോറി പറയാനുള്ള ഒരു ഇതുപോലും ചാൻസ് പോലും ആരും എനിക്ക് തരുന്നില്ല, ആൻറ്റി ആണെങ്കിലോ എന്നെ അപമാനിച്ച് പറഞ്ഞു വിടുവാന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഒരു ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ശരിയാവത്തില്ല മോളെ, എന്തൊക്കെയായാലും നീ താഴ്മയോടെ സംസാരിക്കണം, വീട് വിട്ടൊന്നും ഇനി ഇറങ്ങി വരരുതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് അവിടെ വന്ന് നിന്ന് അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, മോളെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി അമ്മേ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് ആ കോളും ശ്രുതി കട്ട് ചെയ്യുവാണ്. അപ്പോഴേക്കും ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ മുറിയുടെ വാതിലിൽ വന്ന് കൊട്ടുവാണേ. ശ്രുതി വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ കൊട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രുതി ഓർക്കും, ആൻറ്റി എന്താ വന്ന് വാതിൽ കൊട്ടുന്നത്, ദേഷ്യമൊക്കെ മാറിയോ? എന്നാലും ഒരു പേടിയോടെ കൂടെ തന്നെ ശ്രുതി പോയി ഡോറ് തുറക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടി അഹങ്കാരം കൂടി കൂടി വരുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലേ. ആൻറ്റി എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വരുവാണ് അതിൻ്റെ ഇടയിലോട്ട്. ശ്രുതിയെ കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ ഷോറൂമിലോട്ടൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഷോറൂമിലോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര തടുക്കുവാണ്. ഞാൻ നിന്നോട് ഷോറൂമിലോട്ട് പോകാനാ പറഞ്ഞത്, നീ പോയാൽ മതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് താക്കോൽ എടുത്തിട്ട് നേരെ പോകുവാണ്. ശ്രുതി നോക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ ഷോറൂമിലോട്ട് പോവാണ്. ശ്രുതി വീണ്ടും മുറിയിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്ര നിക്കടി അവിടെ എന്ന് പറയുവാണേ. ശ്രുതി അങ്ങോട്ട് പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നറിയാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. ആൻറ്റി എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ചൂടാവുകയാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് നിനക്കൊരു ശീലമായല്ലോ, അതുകൊണ്ട് നല്ലോണം അഭിനയിക്കാൻ അറിയാം, വർഷയുടെ അമ്മയടുത്ത് നീ എന്ത് മര്യാദയില്ലാതെയാടി സംസാരിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ചൂടാവുകയാണ് ശ്രുതിയോട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആരോടും മര്യാദയില്ലാതെയൊന്നും സംസാരിച്ചിട്ടില്ല, അവരെന്നോട് വിളിച്ചിട്ട് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്, അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ്, ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബ വിഷയമോ, അപ്പോൾ പിന്നെ അവരാരാ പറയടി, അവരാരാടി എന്ന് ചോദിച്ചിട്ട് വീണ്ടും ചൂടാവുകയാണ് ശ്രുതിയോട്. മഹിമയും ഈ കുടുംബത്തിലെ ഒരു അംഗമാണെന്നും നീ ചെയ്ത കള്ളത്തരം മഹിമ വരെ അറിഞ്ഞു, അതുകൊണ്ടാണ് അവർ ചോദ്യം ചെയ്തത്, നീ കുറ്റം ചെയ്തത് കൊണ്ട് നിനക്ക് ഉത്തരം മുട്ടിപ്പോയി, അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ അവരോട് മര്യാദയില്ലാതെ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുവാണ് ശ്രുതിയെ. പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നു, ഇനി ഒരു പ്രാവശ്യം കൂടി മഹിമയോട് ഇതേ രീതിയിൽ നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും പോവാണ്.
ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ വർഷ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവാണ്. വർഷയുടെ സൗണ്ട് കേൾക്കുന്നതും ശ്രുതി ദേഷ്യത്തിൽ അടുക്കളയിലോട്ട് തുള്ളി പോവാണ്. പിന്നെ ദേഷ്യം മൊത്തം വർഷയോട് തീർക്കുവാണ്. വർഷ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലേ. ഞാൻ എന്ത് ചെയ്തു എന്ന് ശ്രുതി ചേച്ചി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നീ എന്തിനാ വീട്ടിൽ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് നിങ്ങളുടെ മുറിയിൽ നടന്ന ഒരു കാര്യമല്ല ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞത്. ഈ വീട്ടിലെ എല്ലാവരുടെ മുമ്പിലും നമ്മുടെ ഫാമിലിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് വർഷ തിരിച്ചും ചോദിക്കുന്നുണ്ട്. എന്തിനാ വർഷേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ വിളിച്ച് പറയുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് വർഷയുടെ അമ്മയും നമ്മുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്. രേവതി ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, നീ അവിടെ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വർഷയെ ചോദ്യം ചെയ്യുവാണ് ശ്രുതി. എന്തിനാ അങ്ങനെ വിളിച്ചു പറഞ്ഞത്? വർഷയുടെ അമ്മ എന്നെ വിളിച്ച് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. എല്ലാ വിഷയങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഒരുമാതിരി വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കേണ്ട മറുപടിയൊക്കെ കൊടുത്ത് ഞാൻ കോളും കട്ട് ചെയ്തു. ആ കോള് കട്ട് ചെയ്ത അതേ സെക്കൻഡിൽ തന്നെ ആൻറ്റിയെ വിളിച്ച് ഈ സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ആൻറ്റി ആണെങ്കിലോ ഇപ്പോൾ എന്നോട് വന്ന് ഈ വിഷയത്തിൻ്റെ പേരും പറഞ്ഞ് ചൂടായി പോയതേ ഉള്ളൂ എന്നൊക്കെ ശ്രുതി പറയുവാണ്. വർഷയുടെ അമ്മ ലിമിറ്റൊക്കെ ക്രോസ് ചെയ്യുക, അവരെന്തിനാ എൻ്റെ വിഷയത്തിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത്, അവരോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ശ്രുതി ചേച്ചി എന്തിനാ അതിന് ഇത്ര ടെൻഷൻ ആവുന്നത്? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ഈ വിശേഷവും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇവിടുത്തെ വിശേഷം ചോദിക്കുവാണെങ്കിൽ വർഷയുടെ വിശേഷത്തെ പറ്റി പറഞ്ഞാൽ മതി, എൻ്റെ വിശേഷം പറയാൻ നിൽക്കണ്ടെന്ന് പറയുവാണ്. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ വിളിച്ച് പറയാറുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും വർഷ തിരിച്ച് നല്ല മറുപടി പറയുന്നുണ്ട്. ശ്രുതി ചേച്ചി ആരെ വിളിച്ച് വിശേഷം പറയാനാ? ജയിലിൽ കിടക്കുന്ന അച്ഛനെ ഒന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. എന്നെ എന്താ വർഷേ കളിയാക്കുവാണോ എന്ന് ചോദിക്കുവാണ്. പിന്നെ ഇത്രയും ചെറിയൊരു വിഷയത്തിന് ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വർഷയ്ക്ക് ഇത് ചെറിയ വിഷയമായിരിക്കും, ചീത്ത കേട്ടത് ഞാനല്ലേ, ആൻറ്റിയുടെ വായിന്നുള്ളതൊക്കെ ഞാനിപ്പോൾ കേട്ടിരിക്കുക എന്നൊക്കെ പറയുവാണ്. അമ്മ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചെവി കൂടി കേട്ടിട്ട് ആ ചെവി കൂടി കളയണം, അല്ലാതെ ഇവിടെ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ശ്രുതി ചേച്ചി? അല്ല ശ്രുതി ചേച്ചി എന്തിനാ എൻ്റെ അമ്മയോട് മര്യാദയില്ലാതെ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ മര്യാദയില്ലാതെയൊന്നും സംസാരിച്ചിട്ടില്ല, എൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെടരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയുന്നൊരു രീതി ഉണ്ടല്ലോ, ടോൺ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കണമായിരുന്നു ശ്രുതി ചേച്ചി എന്നൊക്കെ പറയുവാണ്. അതും അമ്മ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും അല്ലല്ലോ ശ്രുതി ചേച്ചിയോട് ചോദിച്ചത്, ശ്രുതി ചേച്ചി കാണിച്ച ഒരു കള്ളത്തരത്തിനെ പറ്റിയല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് വീണ്ടും ദേഷ്യം വരുവാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വർഷയും ശ്രുതിയും തമ്മിൽ തല്ലുപിടിക്കുവാണ്. രേവതിയാണെങ്കിൽ വർഷയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി എന്തിനാ എന്നെ മാറ്റി നിർത്തുന്നത്, ഞാൻ എന്തോ തെറ്റു ചെയ്ത പോലെയാണല്ലോ ശ്രുതി ചേച്ചി വന്ന് സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് അമ്മ ശ്രുതിയെ ചീത്ത പറഞ്ഞ ആ ദേഷ്യത്തിൽ പറയുവാന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഓഹോ ഇതൊക്കെ കള്ളത്തരം കാണിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണ്. ശ്രുതി പറയുന്നുണ്ട് എല്ലാം എൻ്റെ തെറ്റാ എന്നും പറഞ്ഞ് കണ്ടവരൊന്നും എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷയും വിട്ടുകൊടുക്കുന്നില്ലേ, കണ്ടവരെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മമ്മിയല്ലേ. ഇപ്പോൾ ശ്രുതി ചേച്ചി ഈ കാണിക്കുന്ന ദേഷ്യം എൻ്റെ അടുത്തുള്ളതാണോ അതോ ആൻറ്റിയുടെ അടുത്തുള്ളതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല എല്ലാവരുടെ മുമ്പിലും ആൻറ്റി ശ്രുതി ചേച്ചിയെ തല്ലിയില്ലേ, വലിയൊരു കള്ളം പറഞ്ഞതുകൊണ്ട് അത് ശ്രുതി ചേച്ചിക്ക് ഇൻസൾട്ടായി, ആ ദേഷ്യമാണ് ഇപ്പം ഞങ്ങളോടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വർഷ പറയുന്നുണ്ട്. ശ്രുതി ദേഷ്യം കൊണ്ട് തുള്ളുമ്പോഴേക്കും രേവതി രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് വർഷയോട് ഒന്ന് അടങ്ങ് വർഷ, വെറുതെ പ്രശ്നം ഇങ്ങനെ വഷളാക്കല്ലേ. എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് ശ്രുതി എല്ലാ പെണ്ണുങ്ങളും അമ്മമാരെ വിളിക്കുമ്പോഴേക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളും പറയാറുണ്ട് എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ശ്രുതി അടുത്ത ചോദ്യം രേവതിയോട് ചോദിക്കുവാണ്. അപ്പോൾ രേവതിയും ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കും. ഇനി അവരെപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതോർത്ത് ശ്രുതി പേടിക്കണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ആരും ശ്രുതിയെ വിളിക്കാനൊന്നും പോകുന്നില്ല, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ അമ്മയുടെ ദേഷ്യം എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെ പറ്റി ശ്രുതി ചിന്തിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇടപെടാൻ വേണ്ടി വരുന്നുണ്ടോ? ഇല്ലല്ലോ, നിങ്ങളും എൻ്റെ വിഷയത്തിലൊന്നും ഇടപെടാൻ വരരുത്, മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും ദേഷ്യത്തിൽ പോവാണ്. വർഷ അപ്പോൾ വീണ്ടും തുള്ളി പുറകെ പോകുമ്പോഴേക്കും രേവതി തടുക്കുന്നുണ്ട്. വർഷേ ആ ദേഷ്യത്തിൽ ആ ശ്രുതി ഓരോന്നൊക്കെ പറഞ്ഞു പോയത്, നാളെ ശ്രുതി അമ്മയെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവർ രണ്ടുപേരും ഒന്നാവും, നമ്മൾ വെറുതെ ഒന്നിലും ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കള്ളം പറഞ്ഞത് മൊത്തം അവർ, കുറ്റം ചെയ്തതും അവർ, എന്നിട്ട് നമ്മൾ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് ശ്രുതി ചേച്ചി വന്ന് സംസാരിക്കുന്നത്, അടി കൊണ്ടതല്ലേ പാവമില്ലേ നോർത്തിട്ട് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ടിരുന്നത്, ഇനിയും ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് ബഹളം വെക്കുവാണെങ്കിൽ ഈ വർഷ ആരെന്ന് ശ്രുതി ചേച്ചി അറിയും എന്നൊക്കെ പറയുവാണ്. രേവതി വർഷയെ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചും കൊടുക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് രാത്രി ഒരുപാട് നേരമായിട്ടും ശ്രുതി വീട്ടിലോട്ട് വരുന്നില്ലേ. അപ്പോൾ ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി ഷോറൂമിൽ തന്നെ ഇരിക്കുവാണ്. പക്ഷേ ശ്രുതി വിളിക്കുമ്പോൾ കോളൊന്നും എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ അമ്മയെ വിളിച്ച് ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് ശ്രുതിയുടെ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ചന്ദ്രയെ വിളിക്കുവാണ്. ചന്ദ്രയെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ശ്രുതി വിളിച്ചുകൊണ്ടിരിക്കുക അമ്മേ, കോൾ എടുക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയെ വിളിച്ചെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷമാവുകയാണ്. കാരണം ചന്ദ്രയുടെ മോൻ ഭാര്യയെ വിളിക്കുന്നത് കേട്ടിട്ട് അതെടുക്കണോ വേണ്ടയോ എന്നറിയാൻ തന്നെ വിളിച്ചില്ലേ, അതിൻ്റെ സന്തോഷത്തിലാണ് ചന്ദ്ര. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കോൾ എടുത്തിട്ട് നീ ഇന്ന് വരുന്നില്ല, ഇന്ന് അവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇന്നെന്തിനാമ്മ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇന്നെന്തോ ലോഡൊക്കെ വരുമെന്ന് പറഞ്ഞതല്ലേ നീ, അതിൻ്റെ കാര്യങ്ങൾക്കായി നീ ഇന്ന് നിൻ്റെ ഷോറൂമിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇവിടെ ആൾക്കാരുണ്ടമ്മേ ആ ലോഡ് വരുമ്പോൾ നോക്കാനെന്നൊക്കെ പറയുന്നുണ്ട്, സ്റ്റാഫ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മറ്റൊരാളെ വിശ്വസിച്ച് ചതിക്കപ്പെടുന്നത് നിനക്ക് ആദ്യമായിട്ടല്ലല്ലോ, ഇനിയും ചതിക്കപ്പെടണോ, അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം എന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ ശ്രുതി ആ ശരി അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ വിവരം ഇനി ശ്രുതി വിളിക്കുമ്പോഴേക്കും പറഞ്ഞോന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. ശ്രുതി വിളിക്കുമ്പോഴേക്കും ശ്രുതി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താൻ ഇന്ന് വരുന്നില്ലെന്നും ലോഡ് വരുമ്പോഴേക്കും കണക്കുകളൊക്കെ നോക്കാനുണ്ടെന്നും പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിനവിടെ സ്റ്റാഫില്ലേ, ഇത്രയും നാൾ അവരല്ലേ ഇരുന്നത്, ശ്രുതിക്ക് വന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇത്രയും നാൾ അവരാ നോക്കിയത്, എന്താ എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ലെന്ന് ശ്രുതിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയല്ല ശ്രുതി ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയില്ലേ, ശ്രുതി വീട്ടിലോട്ട് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹേ ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ തന്നെ കണക്കുകളൊക്കെ നോക്കി കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ നിൽക്കും എന്ന് പറയുവാണ്. എന്നിട്ട് കോളും കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതി ഇന്ന് വരത്തില്ല, ശ്രുതിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറയാൻ രേവതിയുടെ അടുത്തോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര അത് വന്ന് രേവതിയോട് പറയുന്നത് കേൾക്കുവാണേ. അവൻ ഇന്ന് വരുന്നില്ലെന്നും അവനുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടെന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് മുറിയിലോട്ട് പോകുമ്പോഴേക്കും ശ്രുതിക്ക് ആ സത്യം മനസ്സിലാവുകയാണ്. ശ്രുതി എന്നെ വിളിക്കുന്നതിന് മുമ്പേ ആൻറ്റിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ടായിരിക്കണം ശ്രുതി ഇന്ന് വീട്ടിലോട്ട് വരാത്തത്, ഇപ്പോഴും അമ്മ പറയുന്ന വാക്കുകളാ ശ്രുതി കേൾക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. ആൻറ്റി പറഞ്ഞിട്ടാണ് ശ്രുതി ഇന്ന് വീട്ടിൽ വരാത്തതെന്നും ശ്രുതി മനസ്സിലാക്കുന്നുണ്ട്.